അത് വരപ്പിച്ചെടുത്ത് പപ്പിയുടെ ചേച്ചിയമ്മ ഞങ്ങളാരും മരക്കുറ്റികളൊന്നും അല്ലല്ലോ. അതിന് പകരം എടുത്തു പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക്. എന്ത് ധൈര്യം എടി നിനക്ക്? ഇവിടെ നോക്കാൻ നീ ആരാണെന്നാ നീ വിചാരിച്ചിരിക്കുന്നേ? ഒരു വാൽമാക്രിയുടെ അത്രയല്ലേ ഉള്ളൂ നീ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിരിക്കുന്നു. നടന്നു. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത്ര നിസ്സാരമായിട്ട് തള്ളാനുള്ള കാര്യമാണോ ഇവളീ ചെയ്തത്? ലാളിച്ച് നെറുകം തല കയറ്റി വെച്ചു. ഒന്നേ ഉള്ളെങ്കിലേ ഓലക്കെ കടിച്ച് വളർത്തണമെന്നാ പറയുന്നത്. അത് ചെയ്യാത്തതിന് കുഴപ്പം ഇതൊക്കെ. സംഭവിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ അവൾക്ക്. ഓ, എന്റെ ഭാഗത്ത് ആലോചിക്കാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ദേ, നീ മിണ്ടരുത്. ആരെങ്കിലും അവളെ കണ്ടുപിടിച്ചു തന്നാ അത്രയും ലാഭമെന്ന് വിചാരിച്ചിരിക്കുമല്ലോ നീ. എനിക്കറിയാം, അച്ഛനും മകനും കൂടെ കൊച്ചിന്റെ മനസ്സിളക്കി വിട്ടു. അത് തന്നെ കാര്യം. അല്ല, ഇവര് പറഞ്ഞെങ്കിൽ തന്നെ നീ അങ്ങനെ ഇറങ്ങി പോകാൻ കൊള്ളാവോ? എന്റെ ദേഹമൊക്കെ വിറച്ചു വരിക. സത്യമേ, കഴിഞ്ഞത് കഴിഞ്ഞു. വെറുതെ ഇനി അതാലോചിച്ച് BP കയറ്റാതെ. വെറുതെയോ? ഇനി നിന്നോട് ശ്യാമയോട് എനിക്ക് പറയാനുള്ളത്, എടാ, സ്വന്തം മകൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ അറിയോ അന്വേഷിക്കുക എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ രണ്ടാളും? സത്യമേ, ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്? വിചാരിക്കണം. ഇനി ഇതിനപ്പുറം പ്രതീക്ഷിക്കണം. ഇന്ന് ഇവള് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി നാളെ ഇവള് കോടതി കയറാനും മടിക്കില്ല. വേറൊന്നിനല്ലോ, ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാനല്ലേ. മിണ്ടരുത്. നീ ആരാ, CIDയോ? അവള് കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതെങ്ങനെയാ? കണ്ട സിനിമയും കാർട്ടൂണും വീഡിയോ ഗെയിമും ഒക്കെ അല്ലേ സാധാ സമയവും? അതിനകത്തുനിന്ന് ഓരോ മണ്ടത്തരങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതെന്താ ചെയ്യേണ്ടാത്തതെന്താ ഒന്നും അറിയാതെയായി. മതിഭാമേ, എത്ര നേരമായത്? അതൊരു കുഞ്ഞല്ലേ? ഓ, ഞാനും വിചാരിച്ചത് കുഞ്ഞാണെന്നാ. ഇന്നെനിക്ക് മനസ്സിലായി ഇതൊക്കെ വളർന്നു മുറ്റിയ മുന്തിയ ഇനമാണെന്ന്. അതെ, നീ കരഞ്ഞു കാണിച്ചാലൊന്നും എന്റെ മനസ്സല്ലെന്ന് വിചാരിക്കണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇതുമാതിരി എന്തെങ്കിലും തോന്നിയാസം കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ അടിച്ച് ഞാൻ തൊടലും തോലി പൊട്ടിക്കും കേട്ടോ. എടി, അവിടെ നിക്ക്, ഇവിടെ നിക്കടി. സത്യമേ, മോള് ഒരുത്തരും പോണ്ട പുന്നാരമായിട്ട്. ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകട്ടെ, അതിനാ വഴക്ക് പറഞ്ഞത്. ഇതുവരെ ഞാൻ പറഞ്ഞതിനപ്പുറമായിട്ട് ഇവിടെ ആരും ചലിച്ചിട്ടില്ല. ചലിച്ചവരൊക്കെ എന്നേക്കുമായിട്ടും പടിക്ക് പുറത്തുമായിട്ടുണ്ട്. പുതിയ തലമുറയിൽ നിന്ന് ആർക്കും ഈ ഗതികേട് വരരുത്. അതിനാ ഞാൻ പറഞ്ഞു നന്നാക്കാൻ നോക്കിയത്. ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കളയെന്ന മൂന്നിനും മടിയില്ലേ സത്യഭാമിക്ക്. പറഞ്ഞത് കേട്ടല്ലോ.
ഇതിപ്പോ ഇത്തിരി പോന്ന കുഞ്ഞിനാണോ ഇവക്കാണോ ബോധം വീഴേണ്ടത്? ഡാ രോഹിത്തെ, വിഷമിക്കാവൊന്നുമില്ലടാ. ഭാമയ്ക്ക് അത്ര കാര്യമാ നമ്മുടെ പപ്പിമോളെ. അതാ അവൾ ശകാരത്തിൽ ഈ ദേഷ്യം ഒതുക്കിയതേ. പിന്നെ നിങ്ങൾ മക്കൾക്കറിയാത്തൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം. സത്യ, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗാ. ഓർത്തോ നീ? ഗോ. മോളെ, അമ്മയൊന്നും പറയണ്ട. കുട്ടികള് കുട്ടികളായിരുന്നിട്ട് മുതിർന്നാ മതി. നിക്ക്. കുറ്റം അവളുടെയാണോ? പിന്നെ ഞാൻ പറഞ്ഞു അവളോട് പോലീസ് സ്റ്റേഷനിൽ പോവാൻ. നീ പറഞ്ഞില്ല. പക്ഷെ നിന്റെ പ്രവർത്തികളാ അവളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അമ്മ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ശാലിനി. നിനക്കും അറിയാം, എനിക്കും അറിയാം ആ കുഞ്ഞിന്റെ ഭാഗത്തല്ല തെറ്റെന്ന്. സത്യയുടെ മുന്നിൽ വെച്ച് ഞാൻ കാര്യകാരണങ്ങൾ വിസ്തരിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് മുന്നിൽ വെച്ച് നിനക്ക് നിന്റെ മകളെ വിചാരണ ചെയ്യാം. പക്ഷെ സത്യയ്ക്ക് മുന്നിൽ വെച്ച് എനിക്ക് എന്റെ മോളെ വിചാരണ ചെയ്യാനോ പ്രതിക്കൂട്ടി കയറ്റാനോ കഴിയില്ല. തോറ്റുപോകുന്നത് നീ തന്നെയായിരിക്കും മോളെ. പപ്പിയുടെ ചേച്ചിയമ്മ അന്വേഷിച്ചാണല്ലോ സത്യ പോലീസ് സ്റ്റേഷനിൽ പോയതും രേഖാചിത്രം വരപ്പിച്ചതും ഒക്കെ. നിനക്ക് ചോദിക്കാം, പപ്പിയുടെ ചേച്ചിയമ്മ അന്വേഷിച്ചു പോകാൻ സത്യക്ക് എന്താ കാര്യമെന്ന്. മനസാക്ഷി ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറയും. അതല്ലെങ്കിൽ ശാലിനിയുടെ മകളായതുകൊണ്ട്. സ്വന്തം കുഞ്ഞിനെ ദാനം കൊടുത്ത ത്യാഗനിധിയാണല്ലോ സത്യയുടെ അമ്മ. നിന്നെ പോലെ മനസ്സും ഹൃദയമൊക്കെ ഉള്ളവര് തന്നെയാ മറ്റുള്ളവരും. വിഷ്ണു, സത്യം, പപ്പി എല്ലാരും. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ അവരും പ്രവർത്തിച്ചെന്നിരിക്കും. അത് ചോദ്യം ചെയ്യാനും തിരുത്താനും നിനക്കെന്താടി അവകാശം? മോളെ, തെറ്റ് ചെയ്തത് സത്യോ പപ്പിയോ ഒന്നുമല്ല, പപ്പിയുടെ ചേച്ചിയമ്മ. പപ്പിയുടെ ചേച്ചിയമ്മയ്ക്ക് അവളുടെ വല്യച്ഛന് മുന്നിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയായിരുന്നു. നീ വിചാരിച്ചിരിക്കുന്നത് ഒരു വാൽമാക്രിയുടെ അത്രയല്ലേ ഉള്ളൂ നീ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിരിക്കുന്നു.
ആഹാ, സുന്ദരിക്കുട്ടി ഇവിടെ ഇരിക്കുകയാണോ? അതെ, നമുക്കിതങ്ങ് കഴിച്ചാലോ? വാ തുറന്നേ. വേണ്ട, എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. ഏയ്, അങ്ങനങ്ങ് പോവല്ലേ, മോക്ക് വിശക്കില്ലേ? വിഷമോട്ടെ, എന്നാലും വേണ്ട. മോൾ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. ഞാൻ സങ്കടപ്പെട്ട കുഴപ്പമില്ലേ? എത്ര നേരമായി ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അമ്മ പോലും വന്നില്ലല്ലോ. ഇനി എന്നോട് മിണ്ടണ്ട. ഹ, അവിടെ നിക്കും മോളെ, അമ്മ പറയട്ടെ. അതെ, എന്താണ് അവിടെ? ഏ എന്റെ പപ്പിക്കുട്ടി പിണങ്ങിയിരിക്കുക. കഴിക്കില്ലെന്ന് വാശിയാ. ഓ, ആണോ? ആ പ്ലേറ്റിൽ തന്നെ എൻ്റെ പപ്പി മോള് കഴിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. പപ്പി, നീ അവിടെ ഇരിക്കണി, കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. പപ്പിക്കുട്ടി, പപ്സ്, വലിയച്ഛൻ്റെ പൊന്നല്ലേ? എൻ്റെ പൊന്നിന് വിഷമായോ? എന്നെ സോപ്പിടാൻ നോക്കുക. ആ, അത് ശരി. അപ്പൊ പപ്പി മോൾക്ക് വലിയച്ഛനോട് ഇഷ്ടമല്ല എന്നർത്ഥം. എനിക്ക് വലിയച്ഛനെ ഒത്തിരി ഇഷ്ടാ. എന്നാ നമുക്കിത് കഴിച്ചാലോ? വലിയച്ഛനോട് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചക്കരക്കുട്ടി വാ തുറക്കും. നോക്കട്ടെ, വാ തുറക്കുമെന്ന്. മിടുക്കി. എങ്ങനെയുണ്ട്? രുചിയുണ്ടാ? കൊള്ളാ. ഇത് വെറും ടേസ്റ്റ് അല്ല, വല്യച്ഛന്റെ സ്നേഹം കൂടി കൂട്ടിയെടുത്തതാ. അതാണ് ഇത്ര ടേസ്റ്റ്. എന്നാ ഞാൻ എന്റെ സ്നേഹം വലിയച്ഛന് തരാം. ആ തുറന്നേ. ഇനി പപ്പിക്കുട്ടി. ഇനി ഞാൻ വലിയച്ഛന് തരാം. ഇനി പപ്പിക്കുട്ടി ഇത് മുഴുവനും കഴിച്ചിട്ട് എവിടെ നിന്ന് എണീക്കാവോ? മുഴുവനോ? ആ, വല്യച്ഛൻ പറയാറില്ല ഇത് കഴിച്ചാലേ വലിയ ആളാവുള്ളൂ എന്ന്. കഴിക്കി. വല്യച്ഛ, എന്താ? വല്യച്ഛന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാ? അതെന്റെ പപ്പി മോളെ. അപ്പൊ ചേച്ചിയമ്മ ഇഷ്ടല്ലേ? പറ, ഇഷ്ടല്ലേ? ഇഷ്ടമാ. എന്റെ അത്രയും? അതെ. എന്നിട്ടെന്താ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തെ? പറ വല്യച്ഛ, എന്താ കണ്ടുപിടിക്കാത്തേന്ന്? അന്വേഷിച്ചതാ, ഒത്തിരി അന്വേഷിച്ചു, പക്ഷെ കണ്ടുകിട്ടിയില്ല. ചേച്ചിയമ്മയെ കണ്ടുകിട്ടിയാൽ സത്യമ്മ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കുമല്ലേ? സമ്മതിക്കായിരിക്കും. സാരമില്ല, വല്യച്ഛൻ വിഷമിക്കാതെ. ഞാൻ കണ്ടുപിടിച്ചു തരാം ചേച്ചിയമ്മേ. വിഷമിക്കണ്ട കേട്ടോ. അതെങ്ങനെ കണ്ടുപിടിക്കുക പപ്പി മോള്? അതൊക്കെ ഉണ്ട്. പറ, വലിയച്ഛൻ കേക്കട്ടെ. അത് സീക്രട്ടാ. ഞാനിപ്പോ വരാമേ. ഇത് കഴിച്ചിട്ട് പോ. വേണ്ട, ഇപ്പൊ വരാം വല്യച്ഛ.
നിന്നെ കൊണ്ടു നടന്ന ചീത്തയാക്കുന്ന മുഴുവൻ ഇവളാണല്ലോ. ഇതേ സത്യഭാമയുടെ കൊച്ചുമകളാ. നിനക്ക് കണ്ണെത്തിച്ച് നോക്കാവുന്നതിനേക്കാൾ ഉയരത്തിലുള്ളവൾ. അമ്മേ, എന്താ മോളെ? എന്താ എന്താ പറ്റി? എന്തു പറ്റി മോളെ? എന്തു പറ്റിയടി? പനിക്കുന്നുണ്ട്. അയ്യോ, തൊള്ളുന്നുണ്ടല്ലോ. എന്താ പറ്റിയേ? ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റതാ. ഇപ്പത് ദേഹം തീ പോലെ പൊള്ളുന്നു. ആ സിറപ്പ് എവിടെ വെച്ചേക്കുന്നേ? അതമ്മേ, ആ ടേബിളിന്റെ പുറത്തുണ്ട്. എന്ത് പറ്റിയടി? എന്ത് പറ്റി പൊന്നെ? പോട്ടെ, സാരമില്ല. ഇത് കൊടുക്ക മോളെ. കുടിക്കേ. അമ്മയുടെ പൊന്നല്ലേ, ഇത് കുടിക്കേ. പനി ഇപ്പൊ മാറും. കുടിക്കും മോളെ. കുടിക്ക് ചക്കരേ, പ്ലീസ്. കുടിക്ക. ഇനി മോള് കിടന്നോ. ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ കുറച്ചു മുമ്പ് വരെ. പിന്നെ ഇപ്പൊ എന്ത് പറ്റിയോ എന്തോ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഉറങ്ങിക്കോ. മരുന്ന് കുടിച്ചതല്ലേ, പനി മാറിക്കോളും. കണ്ണടച്ച് കിടന്നോ. ഒന്നും പേടിക്കണ്ട, അമ്മ അടുത്തുണ്ട്. നിന്നോടുള്ള ദേഷ്യവും പ്രതിഷേധവും ഒന്നും അല്ല മോളെ അമ്മയെ കാണിക്കുന്ന. അതെന്നോട് തന്നെയാ. എന്റെ പൊന്നമ്മയോട് ക്ഷമിക്ക്. എന്റെ പൊന്നിനെ അതിന് പറ്റും. സ്കൂളിലേക്കോ മോളെ? പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇന്ന് പോണോ? പനി വിട്ടല്ലോ അമ്മേ, ഇന്ന് പോവാം. ഇവക്കെന്തോ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെന്ന്. പഠിത്തത്തിൽ അമ്മയുടെ വാശി തന്നെയാണല്ലോ മോക്കും. ഒരിക്കലും ക്ലാസ് മിസ്സാക്കാനൊന്നും അമ്മ പറയില്ല. നമുക്ക് വയ്യില്ലെന്ന് ഓർത്തു പറഞ്ഞതാ. പോരെങ്കിൽ അമ്മയ്ക്കിന്ന് കുറച്ച് അത്യാവശ്യം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. മോളെ വിടണ്ടല്ലോ എന്ന് കരുതി അമ്മ അതൊന്നും തീർത്തതുമില്ല. അതിനെന്താ, ശാരദാമ്മ എന്നെ കൊണ്ട് വിട്ടോളൂ. ഞാൻ കൊണ്ട് വിട്ടോളാം മോളെ. കുട്ടികളെ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താനാവില്ല. അമ്മേ, ഉരുൾപൊട്ടലിന്റെ ദുരിതാശ്വാസത്തിനുള്ള ഫണ്ട് പിരിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. എന്ത് കൊണ്ടുവരണോന്നാ ടീച്ചർ പറഞ്ഞത്. വയനാടല്ലേ? ദുരന്ത ബാധിതർക്ക് വേണ്ടിയല്ലേ മോളെ, കുറയ്ക്കണ്ട. കള്ളം പറഞ്ഞ് പണം വാങ്ങുന്നതിൽ സങ്കടമുണ്ട് അമ്മേ. പക്ഷേ സത്യം പറഞ്ഞ അമ്മ എന്നെ വിടില്ല.
ഏ ഒന്നുമില്ല. മോളെ ശാരദാമ്മ ഇപ്പൊ വരാട്ടോ. ഉം. സത്യമോളെ ആ ദാ വരുന്നു. അച്ഛാ ആഹാ ഉമ്മ. പപ്പിമോളെ സ്കൂളിൽ പോകാൻ റെഡിയായോ? ഉം, ആ സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കിയായിട്ട് വരണം കേട്ടോ. ഉം. ആ ഒരുപാട് മിടുക്കൊന്നും വേണ്ട.